ഹലോ, കാശി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുന്നത് 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസമൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മളിവിടെ വൈൻ ഉണ്ടാക്കുന്നത് വെറും 2 ദിവസം കൊണ്ടാണ്. എന്നാലും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു വൈനിൻ്റെ ടേസ്റ്റിൽ തന്നെ ഇത് നമുക്ക് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിവിടെ 1 കിലോ കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ജ്യൂസ് മുന്തിരി എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന ആ ഒരു മുന്തിരിയാണ് നമുക്ക് ഈ വൈൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ വൈന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കറുത്ത മുന്തിരി തന്നെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് കുലയിൽ നിന്നൊക്കെ അടർത്തി മാറ്റിയതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കിലോ പഞ്ചസാരയാണ്. 1 കിലോ മുന്തിരിക്ക് 1/2 കിലോ പഞ്ചസാര എന്ന കണക്കിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3/4 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കിലോ പഞ്ചസാരയാകുമ്പോൾ നമ്മുടെ വൈനിൻ്റെ കറക്റ്റ് മധുരമായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 4 ഗ്രാമ്പു, അതുപോലെ 3 ഏലയ്ക്ക, പിന്നെ ഒരു വലിയ പീസ് കറുവാപ്പട്ട. ഇനി നമുക്ക് ഈ മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1.5 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കിലോ മുന്തിരിക്ക് 1.5 ലിറ്റർ വെള്ളം എന്ന കണക്കിന് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക എന്നിവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലയ്ക്ക ഒന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ മുന്തിരിയൊക്കെ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ട് അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുന്തിരിയൊക്കെ ആ തവി കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈസ്റ്റും കൂടി ആ മുന്തിരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മുന്തിരി നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുന്തിരി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പാണ്. ഗോതമ്പ് ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു ഭരണിയിലോ ചില്ലിൻ്റെ കുപ്പിയിലോ ഒഴിച്ചു വെക്കാം. കുപ്പിയൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു അല്പം പോലും നനവില്ലാത്തതായിരിക്കണം നമ്മൾ എടുക്കുന്ന ഭരണിയും കുപ്പിയൊക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കുപ്പിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് 1.5 ലിറ്ററാണ് നമ്മൾ വൈൻ ഉണ്ടാക്കുന്നതെങ്കിൽ 2 ലിറ്ററിൻ്റെ കുപ്പിയെങ്കിലും എടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇത് പൊങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ കുപ്പിയുടെ അടപ്പൊക്കെ അടച്ചിട്ട് ഒരു 2 ദിവസം മാറ്റി വെക്കാം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നമ്മൾ ഈ കുപ്പി ഒന്ന് തുറന്ന് നോക്കുവാണ്. തുറക്കുമ്പം തന്നെ നല്ല വൈനിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു ഉണങ്ങിയ തടി കൊണ്ടുള്ള തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അരിച്ചതിന് ശേഷം ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്. ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് സാധാരണ വൈനിൽ നിന്ന് ടേസ്റ്റ് ഒട്ടും കുറവൊന്നുമില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക്